VVS ഫൗണ്ടേഷൻ്റെയും അതുപോലെ സമ ആർട്സിൻ്റെയും അതുപോലെ തന്നെ പടിഞ്ഞാറ് ചാലക്കുടി വിഷാരിക്കൽ ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷവും, അതായത് ഇതിൻ്റെ 4th എഡിഷനാണ്, കേരളത്തിൻ്റെ പൈതൃകം പേറുന്ന കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരം ചാലക്കുടി മഹോത്സവം എന്ന പേരിൽ ജൂൺ 27 മുതൽ ജൂൺ 27-ാം തീയതി ഇനാഗുറേഷൻ ചെയ്തത് 27 മുതൽ 28, 29 തീയതി വരെ പടിഞ്ഞാറ് ചാലക്കുടി വിഷാരിക്കൽ ബൗദ്ധക്ഷേത്ര മൈതാനത്ത്, അതായത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തായിട്ട് വരും ആ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് വെച്ചാണ് നടത്തപ്പെടുന്നത്. ഉദ്ഘാടനം 27-ാം തീയതി വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ശ്യാംകുമാർ VM ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ തായമ്പക മുതൽ മോഹിനിയാട്ടം, ചാക്യാർകൂത്ത്, സംഗീത കച്ചേരികൾ, ഓട്ടംതുള്ളൽ, കഥകളി, പഞ്ചവാദ്യം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ ആവിഷ്കാരം ഈ ദിവസങ്ങളിലെല്ലാം നടക്കും. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 3 ദിവസവും മുഴുവൻ സമയം തന്നെയാണ് ഏറെക്കുറെ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. കലാപ്രതിഭകളായിട്ടുള്ള, അതായത് സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും പ്രതിഭ തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഈ ഇത്തവണ അവസരം കൊടുക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കൽ എന്നൊരു ചടങ്ങ് ഞായറാഴ്ച വച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ വർഷവും അതുപോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് നല്ല രീതിയിൽ തന്നെ, തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ആ മനോഹാരിതയും അതുപോലെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ചാലക്കുടി മഹോത്സവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ആശയവും അതുപോലെ ആവിഷ്കാരവും സംവിധാനവും എല്ലാം VVS മുരാരി സാറാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ VV സുബ്രഹ്മണ്യം സാർ പ്രഗത്ഭനായിട്ടുള്ള വയലിനിസ്റ്റാണ്. ഭാരതരത്നം സുബ്ബലക്ഷ്മിയുടെ കൂടെ തന്നെ ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിൽ ജനറൽ അസംബ്ലിയിൽ ഒരു കാലഘട്ടത്തിൽ സംഗീത കച്ചേരികൾ നടത്തിയിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹം ചെന്നൈയിലാണ് ഇപ്പോൾ താമസം. അദ്ദേഹത്തിൻ്റെ റൂട്ട് എല്ലാം, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ കേരളത്തോടുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യം അത് അദ്ദേഹത്തിൻ്റെ മകനിലേക്കും അത് പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് കേരളത്തോടും അതുപോലെ തന്നെ മലയാള നാടിനോടുമുള്ള ഒരു പ്രത്യേക താല്പര്യമെടുത്താണ്, പ്രത്യേകിച്ച് ചാലക്കുടിയോടുള്ള താല്പര്യം മുൻനിർത്തിയിട്ടാണ് ഈ കലാരൂപങ്ങളുടെ എല്ലാം ആവിഷ്കാരം ഇവിടെ തന്നെ വയ്ക്കുവാനായിട്ട് അദ്ദേഹം മുൻകൈയ്യെടുക്കുന്നത്. ഇത് എല്ലാ സ്ഥലത്തേക്കും, അതുപോലെ പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഇതിൻ്റെ ടെലികാസ്റ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഒരു പ്രധാന സംഗതി വെച്ചാൽ നമ്മളുടെ കൊച്ചു പ്രദേശമായിട്ടുള്ള ചാലക്കുടി, അതിൻ്റെ ആ ചാലക്കുടി കൂടുതൽ ലോകോത്തര തലത്തിലേക്ക് അത് കൂടുതൽ വ്യാപിക്കുന്ന, അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ അന്തസത്തയും അതുപോലെ തന്നെ അതിൻ്റെ ആ സ്വരൂപങ്ങളുമെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇതിലൂടെ നൽകപ്പെടുകയാണ്, കൂടുതൽ നമ്മൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം വേണം. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുവാനും മറ്റുമായി VV സുബ്രഹ്മണ്യം സാറിന് അദ്ദേഹം 2 വാക്ക് പറഞ്ഞു. നമസ്കാരം. ഫെസ്റ്റിവൽ കൺവീനർ നാരായണൻകുട്ടി സാർ പറഞ്ഞ പോലെ ഈ കൊല്ലം സ്പെഷ്യലായിട്ട് ഞങ്ങൾ കലോത്സവം വിന്നേഴ്സ് യങ്സ്റ്റേഴ്സ് ആദരിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒவ்வொரு കൊല്ലം ഞങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിൽ ആർട്ടിസ്റ്റ്, കേരള ആർട്ട് ഫോംസ്, അതിൻ്റെ കൂടി നെക്സ്റ്റ് ജനറേഷൻ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ രീതിയിൽ ഈ കൊല്ലം കലോത്സവം വിന്നേഴ്സിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് ഒരു മെയിൻ പ്ലാറ്റ്ഫോം കൊടുത്ത് അവരുടെ പെർഫോമൻസും ലൈവായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ VVS മ്യൂസിക് ട്യൂബ് യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഈ 3 years ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടണം. ഈ കൊല്ലം നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വന്ന് ഞങ്ങളുടെ പരിപാടികൾ കണ്ട് അതിനെക്കുറിച്ച് റിവ്യൂ, അതിനെക്കുറിച്ച് ഒരു സപ്പോർട്ടും സോഷ്യൽ മീഡിയയിലും നല്ലോണം സ്പ്രെഡ് ചെയ്താൽ ഈ ചാലക്കുടി മഹോത്സവം അതൊരു വേൾഡ് ക്ലാസ് ഫെസ്റ്റിവലായിട്ട് മാറി എല്ലാവരും ഇവിടെ വന്ന് ഈ ഫെസ്റ്റിവലിന് വേണ്ടി വരണം. ചാലക്കുടിൻ്റെ എക്കണോമിക് ഇതും ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് നമ്മൾ ഈ ചാലക്കുടി മഹോത്സവത്തെ പ്രാബല്യമാക്കണം. നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് സമാജ് VVS ഫൗണ്ടേഷനിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പോകണം. നമസ്കാരം. സുനിത അവരില്ലാതെ ഞങ്ങളില്ല. സോ
ചേച്ചിക്ക് എന്തോ ടീച്ചർ ഇവരെല്ലാവരും പറഞ്ഞ പോലെ 4ാമത്തെ വർഷമാണ് ചാലക്കുടി മഹോത്സവം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സപ്പോർട്ടും ആണ് ഏറ്റവും അത്യാവശ്യം. ഈ പ്രാവശ്യത്തെ സമയത്തിൽ കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ജനുവരി ഫെബ്രുവരി സമയത്ത് നടക്കുമ്പോൾ ഇവിടുത്തെ കുറച്ച് പള്ളി പെരുന്നാട്ടിലൊക്കെ കാരണമാണ് നമ്മൾ ഡേറ്റ് ഒന്ന് മാറ്റിയത്. എക്സാംസ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സമയം ഒന്ന് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അതൊന്നും ഇല്ലാതെ ഇപ്രാവശ്യം ഗംഭീരമായിട്ട് നടത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുകൊണ്ട് മഴയെ ഇങ്ങനെ കണക്ക് കൂടാതെ അങ്ങനെ എല്ലാവരും വന്ന് സഹായിക്കണം. അതാണ് അതിന് വേണ്ടി സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ ബന്ധങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഈ പുതിയതായിട്ട് ഞങ്ങൾ പ്രാവശ്യം തുടങ്ങിയത് കുട്ടികളുടെ വിന്നേഴ്സ് ആയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യൂണിവേഴ്സിറ്റി തലത്തിൽ വിന്നറായ പല മേഖലയിലും പാട്ടിലും വയലിനിലും മൃദംഗത്തിലും ഇൻസ്ട്രുമെന്റിൽ ഡാൻസ് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലർക്ക് അവർക്കൊരു വിഷമം വരുന്നതല്ലോ, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. അപ്പം നമുക്ക് നിങ്ങളോട് ഞങ്ങളൊരു ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ തന്നാൽ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്താൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്ന കുട്ടികളല്ലാതെ അടുത്ത പ്രാവശ്യം പുതിയ കുട്ടികൾ വരുത്താനും അത് കുട്ടികൾ ഇതുവഴി ലോകം ഒരുപാടുള്ള ആളുകൾ ഈ ലൈവായിട്ട് പ്രോഗ്രാം കാണുന്നതുകൊണ്ട് കുട്ടികൾക്കും നല്ലൊരു അവസരമാണ് ഇങ്ങനെ ഒരു നല്ലൊരു മഹോത്സവത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർക്കും അതിനുവേണ്ടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നമ്പർ തരാവുന്നതാണ്. അതിൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മഹോത്സവം ചാലക്കുടിയിലെ ഒരു നാഴികക്കല്ലാക്കി മാറ്റിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ചാലക്കുടിക്കാരും ക്ഷേത്രവും സമാജവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ 5 ദിവസമായി നടത്തുന്ന പരിപാടി ഇത്തവണ 2 പകലും 3 രാത്രിയുമായിട്ടാണ് നമ്മൾ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഗൗരവം കണക്കാക്കിക്കൊണ്ട് മീഡിയ വളരെയധികം ഞങ്ങളോട് സഹകരിക്കണം. നമുക്ക് ഒന്നിച്ചു നിന്നാൽ ചാലക്കുടിയെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന ഒരു സന്ദേശം നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഉറപ്പായിട്ട് സ്വീകരിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചോളൂ. നന്ദി, നമസ്കാരം.